ബിഗ് ബോസ് വീടിനുള്ളിൽ പോയിട്ട്? ആണോ? നന്ദന എന്ത് പറയുന്നു? ഹൗസിനുള്ളിൽ നിങ്ങൾ പുറമേ കണ്ട ഹൗസാണോ അകത്തുള്ളത്? അല്ല, ഇഷ്ടപ്പെട്ടു. ഓക്കെ, നന്ദനോട് എന്താ പറഞ്ഞിട്ട് വന്നത്? ഇതുവരെയുള്ള നന്ദനയുടെ പെർഫോമൻസ് എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? അവിടെ വീട്ടിലുള്ള പോലെ തന്നെ അവിടെ പോയിരുന്നു. നമുക്ക് വേറെ അഭിനയിക്കുന്നില്ല, അതാണ് പ്രശ്നം. പിന്നെ വേറെ ഫീൽഡിലൊക്കെ അറിയാലോ, ഇതൊന്നും അറിയില്ല, പ്രശ്നമാണ്. ഇതുവരെയുള്ള ഗെയിം വെച്ചിട്ട് എങ്ങനെ അനലൈസ് ചെയ്യുന്നത്? കപ്പടിക്കോ ഫൈനലിലെത്തോ എന്നാണ് നിങ്ങളുടെ പ്രതീക്ഷ? എന്താണ്? കപ്പടിക്കണമെന്നൊന്നും അറിയില്ല, അത് നന്നായി കളിക്കുന്നുണ്ട്. ഫൈനലിലെത്താം, പിന്നെ എല്ലാം പ്രേക്ഷകരുണ്ട്. നന്ദനയ്ക്ക് ഒരുപാട് സഹോദരങ്ങൾ അവിടെ കിട്ടിയിട്ടുണ്ട്, സായി ആണെങ്കിലും സിജോ ഒക്കെയാണ്. അപ്പോൾ ആ ഒരു റിലേഷൻഷിപ്പ് അവർ മാത്രമല്ല, ബാക്കി എല്ലാവരും അവളെ ശരിക്ക് എന്താ പറയുക, സ്വന്തം അനിയത്തിയിട്ടാണ് കാണുന്നത്. നമുക്കത് കണ്ടപ്പോൾ പുറത്ത് കാണുന്ന പോലെയല്ല, എല്ലാവരും നല്ല കെയറും കാണുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ രണ്ടഭിപ്രായം വരുന്നുണ്ട്. നന്ദന കുറച്ച് ഓവറായിട്ട് പല കാര്യങ്ങൾക്ക് റിയാക്ട് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്, പക്ഷേ ഇതാണ് വേണ്ടതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ നെഗറ്റീവുകളെ എങ്ങനെയാണ് കാണുന്നത് അമ്മേ? അവർ എല്ലാ കാര്യത്തിലും നല്ല കൃത്യമായിട്ട് തന്നെ ഇടപെടുന്നുണ്ട്. അതാണ് തോന്നുന്നു അവൾ ഓവറാണെന്ന് പറയുന്നത്. അവളുടെ സംസാര രീതി അങ്ങനെയാണ്. ഇപ്പോൾ നമ്മൾ അറിയുന്നവരൊന്നും പറയില്ല അവൾ ഓവറാണെന്നുള്ളത്. അവൾ ഈ രീതിയിൽ തന്നെ സംസാരിക്കുക, ആ രീതിയിൽ തന്നെ അവൾ അവിടെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. അതാണ് ഞങ്ങൾക്ക് സന്തോഷം. വേറെ ഓവറായിട്ടൊന്നും കാണിക്കുന്നില്ല എന്നാണ് ഞങ്ങൾക്ക് ഓവറല്ല അത്. പക്ഷേ അറിയാത്തവർക്കത് കാണുമ്പോൾ ഓവറായിട്ട് ഫീൽ ചെയ്യും. ഇത്രയും ദിവസം കഴിഞ്ഞ് മകളെ കണ്ടപ്പോൾ, മീൻസ് നേരിട്ട് കണ്ടപ്പോൾ എന്താണ് അമ്മയ്ക്ക് തോന്നി? സന്തോഷം. എന്താണ് ആദ്യം പോയിട്ട് പറഞ്ഞത്? ഞാൻ കരഞ്ഞൊന്നുമില്ല, എനിക്ക് സന്തോഷമായിട്ട് പോകും. അങ്ങനെ അറിയില്ല എന്ന് പറഞ്ഞു. അമ്മയും കൂടി കരഞ്ഞു കഴിഞ്ഞാൽ അവളാകെ വിഷമായി പോകും. നമ്മൾ കരഞ്ഞൊന്നുമില്ല, സന്തോഷമായിട്ട് കരഞ്ഞു. നമ്മൾ കരഞ്ഞില്ല. നന്ദന അല്ലാതെ അവിടെ ഇഷ്ടപ്പെട്ട ഒരു വേറെ കണ്ടസ്റ്റൻ്റ് ആരാ? എല്ലാവരും എന്നാലും ഒരു എല്ലാവർക്കും ഇപ്പോൾ ആരും അവിടെ ഒന്നും എടുക്കാൻ പറ്റുന്നില്ല. എല്ലാവരും നന്നായിട്ട് നല്ല കുട്ടികളാണ് എല്ലാവരും. ഈ നന്ദന വിന്നറായാൽ നന്ദന അല്ലാതെ അവിടെ ജയിക്കാൻ സാധ്യതയുള്ള ആരാ? അങ്ങനെ എന്തായാലും ഇപ്പോൾ അറിയാലോ, ജിൻഡു ചേട്ടൻ തന്നെയാണ് കപ്പടിക്കെന്ന് പറയുന്നത്. പക്ഷേ ആളെന്നെ കപ്പടിക്കട്ടെ, അതായാലും നമുക്ക് കുഴപ്പമില്ല, സന്തോഷമേ ഉള്ളൂ. എല്ലാവർക്കും ഫാമിലി വെച്ച് നോക്കുമ്പോൾ എന്തായാലും ജിൻഡു ചേട്ടന് നല്ല സാധ്യതയുണ്ട്. പക്ഷെ അവിടെ എല്ലാവരും നല്ല ജെന്യൂനാണ്. നമ്മൾ പുറത്ത് കാണുന്ന പോലെ അല്ല, എല്ലാവരും ഉള്ളിൽ അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ട്. എല്ലാവരും നല്ല കെയറിങ് ആണ്. അതിനോട് ഭയങ്കര സപ്പോർട്ട് അവർക്ക്. ചിലർ ക്യാപ്റ്റൻസി പുറത്ത് വരുമ്പോൾ ക്യാപ്റ്റൻസി എന്താ നിങ്ങളിങ്ങനെ ആ രീതിയിലൊക്കെ നന്ദന എല്ലാവരും ഭരിക്കുകയാണ്. പക്ഷെ അവരത് എൻജോയ് ചെയ്യാം, അവർക്ക് ഭയങ്കര ഇഷ്ടമായി. നന്ദന അങ്ങനെ ആയതിൽ ഭയങ്കര സന്തോഷമാണ് അവർക്ക്. ടിക്കറ്റ് ടു ഫിനാലെ മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പം നന്ദനയ്ക്ക് ടിക്കറ്റ് ടു ഫിനാലെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ. അതേപോലെ തന്നെ ഇനിയിപ്പോൾ അടുത്ത വരാൻ പോകുന്നത്, നമുക്ക് ഒരു എമൗണ്ട് അവിടെ പറഞ്ഞിട്ട് ആ പെട്ടി എടുത്തിട്ട് പോരാം എന്നുള്ളൊരു ചോയ്സ് വരുന്നുണ്ടല്ലോ, കണ്ടിട്ടുണ്ടല്ലോ. അപ്പം നന്ദന പെട്ടി എടുത്ത് പോരുന്നതിനോട് എന്താ അഭിപ്രായം? അത് ഫൈനൽസിൽ നിൽക്കണമെന്നുള്ളതാണ്. പക്ഷേ ഞാൻ മകള് പറയട്ടെ, എനിക്ക് ശരിക്കും പറയാം. അങ്ങനെയല്ല, ഒരു അവിടുത്തെ ഒരു ഗിഫ്റ്റ് എമൗണ്ട് അവർ ജയിച്ചു കഴിഞ്ഞാൽ ഒരു 50 ലക്ഷവും അതൊരു ചാൻസാണ്. ആ, അപ്പോൾ മകളോട് എന്തെങ്കിലും ഉപദേശം കൊടുത്തായിരുന്നു അവിടെ ചെന്നിട്ട്? അപ്പം നന്ദന വർക്ക് ചെയ്ത ഷോപ്പിലെ ആൾക്കാരെ പറ്റി എപ്പോഴും വരാറുണ്ട്. അവരൊക്കെ എന്താ നന്ദനോട് പറയാൻ വേണ്ടി പറഞ്ഞു വിട്ടെ? അമ്മ എല്ലാവരും അന്വേഷണം പറയോട്ടാന്ന് പറഞ്ഞിട്ട് ഇനിയൊക്കെ ദൈവത്തിൻ്റെ കയ്യിലായിരുന്നു. എല്ലാവരും പ്രേക്ഷകരും ദൈവവും തന്നെ കാക്കണം. ഇത്രയും പോലെ എത്തിയില്ലോ കുട്ടി. ഇനി അവിടെ നിന്നിട്ട് എങ്ങനെയാണെന്ന് അറിയില്ല. ഈശ്വരൻ്റെ തീരുമാനം പോലെ ഇരിക്കും കാര്യം. വിജയിച്ചു വരട്ടെ, ജയിച്ചു വരട്ടെ എന്ന് വിചാരിക്കണം. താങ്ക് യു സോ മച്ച്. അടിച്ചാലും സന്തോഷം, ജില്ലയിലും സന്തോഷം. കപ്പടിക്കട്ടെ. എല്ലാവരും വലിയ നല്ല എന്താ പറയുക, എല്ലാവർക്കും നല്ലൊരു ക്യാപ്പബിലിറ്റി ഉള്ള കണ്ടസ്റ്റൻസ് ഒക്കെ എല്ലാവരും കപ്പടിക്കട്ടെ. ഞങ്ങൾ ഇവിടെ നിൽക്കുന്ന ആൾക്കാർ അവിടെ എത്തിയില്ലേ, ഭയങ്കര സന്തോഷം ഞങ്ങൾ വിചാരിക്കും. അവിടെ പല കോംബോകളും ഉണ്ട്. ജാസ്മിൻ ഗബ്രി ആണെങ്കിലും അതേപോലെ തന്നെ ശ്രീതു ഒക്കെ, അർജുനൊക്കെ ആണെങ്കിലും. അപ്പം ഇതിൽ ഇഷ്ടപ്പെട്ട കോംബോ ഏതാണ് നിങ്ങൾക്ക്? പക്ഷെ നമുക്ക് പുറത്ത് പോകുമ്പോൾ, പക്ഷെ ഉള്ളിൽ പോകുമ്പോൾ ഒരു കോംബോ ആയിട്ടൊന്നും നമുക്ക് തോന്നുന്നില്ല. എല്ലാവരും നല്ല രീതിയിൽ. എനിക്കിപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമ്മുടെ സിജോ, സായി, നന്ദന, അഭിഷേക് കോംബോ. അവർ ശരിക്കും അവളെ സ്വന്തം അനിയത്തിനെ പോലെ കൊണ്ട് നടക്കുന്നുണ്ട്. അത് കണ്ടവർ ഭയങ്കര സന്തോഷം. അവർക്ക് അതുകൊണ്ട് വലിയ വിഷമമില്ലേ, അവർ നല്ല രീതിയിൽ നിൽക്കുന്നുണ്ട്.